നമസ്കാരം. എന്റെ പേര് രാമാനുജൻ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പിന്റെ പ്രചാരണ ഭാഗമായുള്ള പുസ്തകാസ്വാദന മത്സരത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന പുസ്തകം SR ലാൽ എഴുതിയ കുഞ്ഞുണ്ണിയുടെ യാത്രാ പുസ്തകം എന്ന ബാലസാഹിത്യ നോവലാണ്. എന്നെ പോലുള്ള കുട്ടികൾ പുസ്തക വായനയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പുസ്തകത്തിലെ കഥാപാത്രങ്ങളുടെ സാഹസികതയും അന്വേഷണ ത്വരയും കൗശല പ്രവർത്തികളുമാണ്. അമാനുഷിക പ്രവൃത്തികളും അത്ഭുതങ്ങളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ കേമം തന്നെ. ഇപ്പറഞ്ഞ സകല കാര്യങ്ങളും നിറഞ്ഞ ഒരു ഗംഭീരൻ പുസ്തകമാണ് കുഞ്ഞുണ്ണിയുടെ യാത്രാ പുസ്തകം. നോവലിന്റെ തുടക്കത്തിൽ പരമേശ്വര ശർമ്മ എന്ന പ്രമാണിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂൾ നാട്ടുകാരോടുള്ള അയാളുടെ ദേഷ്യം തീർക്കാൻ ഗുണ്ടകളെ ഉപയോഗിച്ച് അയാൾ കത്തിക്കുന്നുവെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ ഏറ്റവും നിഷ്ഠൂരനായി അവതരിപ്പിക്കാൻ ഇതിൽ പരം ശക്തമായ ഒരു സംഭവം വേറെയില്ല തന്നെ. പഠനം വഴിമുട്ടിയ കുഞ്ഞുണ്ണി നാടുവിടാൻ തീരുമാനിക്കുന്നതോടെ നോവലും അതിന്റെ പ്രയാണം ആരംഭിക്കുകയായി. മണിമല കൊട്ടാരത്തിലെ മാർത്താണ്ഡനെ തേടിയുള്ള യാത്ര. പല വഴി താണ്ടി പല വണ്ടി കയറി അവൻ മണിമല കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. അവിടെ അവനെ കാത്തിരിക്കുന്നത് ഭീകര കാഴ്ചകളാണ്. മാർത്താണ്ഡൻ എന്ന ദുഷ്ടന്റെ ക്രൂരമായ പ്രവർത്തികൾ. കുഞ്ഞുണ്ണിയെ നിധിവേട്ട എന്ന ദൗത്യം മാർത്താണ്ഡൻ ഏൽപ്പിക്കുന്നു. ചിത്രപ്പൂട്ട് തുറക്കാനാകാത്തതിനാൽ നിധി കൈക്കലാക്കാൻ മാർത്താണ്ഡന് സാധ്യമാകാതെ വരികയും അതിന്റെ രഹസ്യം അറിയാവുന്ന വൈശാഖിനെ തേടി ബോംബെക്ക് പോകാൻ മാർത്താണ്ഡൻ കുഞ്ഞുണ്ണിയെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ഇവിടത്തെ ട്രെയിൻ യാത്രയിൽ കറുമ്പൻ എന്ന ഒരാൾ ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന കുരങ്ങുകൾ കാണിക്കുന്ന വിക്രിയകൾ ബഹുരസമാണ്. നമ്മുടെ വായനയെ ഒട്ടും അടുപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഥയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഇതുപോലുള്ള അത്യന്തം രസകരമായ സംഭവങ്ങൾ സഹായിക്കുന്നുണ്ട്. ബോംബെയിൽ നിന്നും കപ്പലിൽ കയറിയാണ് കുഞ്ഞുണ്ണിയുടെ യാത്ര. കപ്പലിൽ ഒരിക്കൽ പോലും കയറിയിട്ടില്ലാത്ത എന്നെ പോലുള്ളവർക്ക് ഒരു കപ്പൽ യാത്ര ചെയ്യുന്ന അതേ അനുഭവം പുസ്തകത്തിലെ ഈ ഭാഗം മനോഹരമായി നൽകുന്നു. ബ്രഹ്മാണ്ഡൻ തീക്കപ്പലായിരുന്നു, സോങ് ഓഫ് ദി മൂൺ. നിർഭാഗ്യമെന്ന് പറയട്ടെ, കപ്പൽ നിരന്തരം അപകടത്തിൽ പെടുന്നു. അതിനു കാരണം കപ്പലിലുള്ള ജോന അഥവാ ദുർഭൂതമാണെന്ന് ക്യാപ്റ്റൻ അടക്കം എല്ലാവരും കരുതുന്നു. കുഞ്ഞുണ്ണിയാണ് ആ ജോനയെന്ന് അവരെല്ലാവരും കൂടി തീരുമാനിക്കുകയും ചെയ്യുന്നു. മയക്കുമരുന്ന് ഭക്ഷണത്തിൽ ചേർത്ത് നൽകി പാവം കുഞ്ഞുണ്ണിയെ അവർ കടലിൽ തള്ളി. പക്ഷേ ദൗർഭാഗ്യകരമായ സംഭവം കുഞ്ഞുണ്ണിക്ക് കൊണ്ടുവന്നത് വലിയൊരു അവസരമാണ്. കടലമ്മയുടെ കൊട്ടാരം കാണാനുള്ള വലിയ അവസരം. കടലമ്മയെ കാണാൻ എന്താ ഭംഗി! കടലമ്മയുടെ കൊട്ടാരത്തിൽ ജീവിക്കാൻ ആഗ്രഹം പറഞ്ഞ കുഞ്ഞുണ്ണിയെ, നീ കൊച്ചുകുട്ടിയല്ലേ, ഇനിയും ധാരാളം വർഷം ജീവിക്കണം, കഴിയുന്ന സഹായങ്ങൾ ആളുകൾക്ക് ചെയ്യണം, അതുകൊണ്ട് ഭൂമിയിലാണ് നിന്റെ ആവശ്യം, നിന്നെ ഞാൻ മടക്കി അയക്കുകയാണ് എന്ന് പറഞ്ഞ് കടലമ്മ തിരികെ അയച്ചു. അതെ, നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ ജീവിക്കേണ്ടത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സോടെയാകണം. കടലമ്മയുടെ വാക്കിലൂടെ എഴുത്തുകാരൻ ആ വലിയ ആശയം മുന്നോട്ട് വെക്കുകയാണ്. വല്ല വിധേനയും കുഞ്ഞുണ്ണി മറ്റൊരു കപ്പലിൽ കയറിപ്പറ്റി. ആഫ്രിക്കയിലേക്കായി അവന്റെ യാത്ര. അവിടെ അവനെ കാത്തിരുന്നത് ചില്ലറ അത്ഭുതങ്ങളല്ല. ഈ നോവലിൽ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന സംഗതി മലയാളത്തിലെ ഏറ്റവും വലിയ സഞ്ചാര സാഹിത്യകാരനായ SK പൊറ്റേക്കാട്ടിനെ കുഞ്ഞുണ്ണി കണ്ടുമുട്ടുന്നതാണ്. താൻ വില്ലനായി കരുതിയ വൈശാഖൻ അങ്ങനെയുള്ളവനല്ലെന്ന തിരിച്ചറിവ്, കാവട്യം നിറഞ്ഞ ലോകത്തും ചില വെളിച്ചങ്ങൾ ഉണ്ടെന്ന ബോധ്യം, അവയെ കണ്ടെത്തുന്നതാണ് മനുഷ്യ ജീവിത ലക്ഷ്യം. സംഭവ ബഹുലമായ യാത്രയ്ക്ക് ശേഷം നാട്ടിൽ തിരികെ എത്തുന്ന കുഞ്ഞുണ്ണി മാർത്താണ്ഡന്റെ മരണത്തെക്കുറിച്ച് അറിയുന്നു. തിന്മയുടെ അന്ത്യം, അതാകട്ടെ പ്രകൃതി നൽകിയ ശിക്ഷയുടെ രൂപത്തിലും. കുഞ്ഞുണ്ണിയുടെ യാത്രാപുസ്തകം അനാഥാലയത്തിലെ അന്തേവാസിയായ ജീവൻ എന്ന 13 വയസ്സുള്ള കുട്ടി വൃദ്ധനായ ഒരു മനുഷ്യനെ കാണുന്നതിൽ നിന്നും മെനഞ്ഞെടുക്കുന്ന കഥയായാണ് എഴുതിയിരിക്കുന്നത്. കുട്ടികളുടെ മനസ്സ് സങ്കല്പ ലോകത്ത് സഞ്ചരിക്കാൻ എത്രമാത്രം കെൽപ്പുള്ളതാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ നോവൽ. കുട്ടികൾക്കായി എഴുതുന്ന നോവൽ എങ്ങനെ ആയിരിക്കണമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് SR ലാലിന്റെ കുഞ്ഞുണ്ണിയുടെ യാത്രാപുസ്തകം. ഏവർക്കും നന്ദി, നമസ്കാരം.